പൊതുവെ ഇതിലെല്ലാരും ഇതിനെന്തെങ്കിലും കുറ്റമുണ്ട് പറ്റൂല എന്ന് പറയാൻ ആകെ കാരണം പറയുക, ഈ കച്ചവടത്തിൽ എന്തുണ്ട്, നിബന്ധനകൾ വെച്ചിട്ടുള്ള കച്ചവടമാണ്. അപ്പൊ നിബന്ധനകൾ വെച്ചിട്ടുള്ള കച്ചവടമാകുമ്പോ ഒന്നുകിൽ അത് വിറ്റയാൾക്ക് അല്ലെങ്കിൽ അത് വാങ്ങിയ ആൾക്ക് പല തടസ്സങ്ങളും നേരിടും. അതുകൊണ്ട് തന്നെ കച്ചവടമാകുമ്പോ ഒരാൾക്ക് ഒരു തടസ്സം ഉണ്ടാകരുത്. തടസ്സങ്ങൾ ഇല്ലാതെ വാങ്ങിയ ആൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയണം. ഇപ്പൊ വാങ്ങുന്ന ആളോട് പറയുന്നു, നിങ്ങൾ ഇത് ഒരാൾക്കും കൊടുക്കരുത് എന്ന നിബന്ധനയോടുകൂടെയാണ് ഒരു സാധനം ഒരാൾക്ക് കച്ചവടം ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്, വിൽക്കുന്നത് എങ്കിൽ ആ കച്ചവടം ശരിയാകൂല. കാരണം അവിടെ വാങ്ങുന്ന ആൾക്ക് തടസ്സം ഉണ്ടാക്കുന്ന ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അപ്പൊ നിബന്ധന വെക്കുന്നുണ്ട് എന്നാണ് പൊതുവെ ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ കച്ചവടത്തിൽ ഒരു നിബന്ധന ഇല്ല എന്ന് സ്റ്റോറിൽ പോയി വാങ്ങുന്ന ആളുകൾക്കറിയാം. ഇവിടെ കച്ചവടത്തിനല്ല നിബന്ധന വെക്കുന്നത്. നിബന്ധനകൾ ഉണ്ട്, ശരിയാണ്, പക്ഷെ അത് കച്ചവടത്തിനല്ല. അത് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നാം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചില നിബന്ധനകളുണ്ട്. നിങ്ങളുടെ ടീമിലെ ആ രണ്ട് ടീമും 1ഉം 2ഉം അത് മാച്ച് ചെയ്യുന്നതിന്റെ വരുമാനമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇങ്ങനെ പല നിബന്ധനകളും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങുന്ന 75%, അതിന്റെ പ്രൊഡക്റ്റിന്റെ 75%മാണ് PV കാണിക്കുക. ഇതൊക്കെ ജോലിയിലുള്ള നിബന്ധനയാണ്. ജോലിയിൽ ഒരു നിബന്ധനയും ഇല്ലാത്ത ജോലി ലോകത്ത് ഏത് ജോലിയാണുള്ളത്? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങളെ ലീഡർമാർ വഞ്ചിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുമ്പോ നിങ്ങൾ വെറും ഈ മരുന്ന് കച്ചവടക്കാരാണ് എന്നുള്ള ഒരു പുച്ഛ മനോഭാവം ആളുകൾക്ക് തോന്നുമല്ലോ. അപ്പോഴൊക്കെ എന്ത് പറഞ്ഞാലും നാം അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഇത് നാം ഒരുപാട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അതേപോലെ അവര് പഠിച്ചിട്ടില്ലാലോ, അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലാലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്, അദ്ദേഹത്തിന് കാര്യം തിരിഞ്ഞാൽ മനസ്സിലാകും. അപ്പൊ എന്റെ പ്രശ്നമല്ല അത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മെ ഒരാൾക്കും നെഗറ്റീവ് കൊണ്ട് തളർത്താൻ കഴിയുകയില്ല. തോന്നിവാസങ്ങൾ വിവാഹത്തിൽ നടക്കുന്നത് കൊണ്ട് ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ വിവാഹം കഴിക്കൂല, അത് യഥാർത്ഥത്തിൽ തെറ്റായ ഒരു തീരുമാനമാണ്. വിവാഹം നല്ലതാണ്. കല്യാണം കഴിക്കുക എന്നുള്ളത്, ഒരു കുടുംബം ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ചില ആളുകൾ അത് തെറ്റായ വഴിയിലൂടെ നടത്തുന്നത് കൊണ്ട് ഞാൻ വിവാഹം കഴിക്കൂല എന്ന് തീരുമാനമെടുക്കുന്നത് ശരിയല്ല. അതുപോലെയാണ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി ചിലർ തെറ്റായ രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. പല നെഗറ്റീവുകൾ കേൾക്കേണ്ടി വരും. നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് കേൾക്കേണ്ടി വരും. എന്നാൽ അതൊക്കെ തരണം ചെയ്യാനുള്ള കോൺഫിഡന്റ് നമുക്ക് ഇതിന്റെ ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ലീഡേഴ്സിലൂടെ, മുന്നേ അനുഭവിച്ച ആളുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയും. വലിയ വലിയ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ചിലപ്പോൾ 100 തൊഴിലാളികളായിരിക്കാം അവരുടെ കൂടെ ഉള്ളത്. എന്നാൽ നമ്മോടൊപ്പം ഉള്ളത് നമ്മെ പോലെയുള്ള 100 ബിസിനസ്സേഴ്സാണ്. അത് വലിയൊരു മാറ്റമാണ്. ചില കമ്പനികളുണ്ട്, അവർ പണത്തിലാണ് പ്രാധാന്യം പറയുന്നത്. നിങ്ങൾക്ക് ഇത്ര ആളുകൾ നിങ്ങളുടെ കൂടെ വന്നാൽ ഇത്ര പണം കിട്ടും. ഇങ്ങനെ ഇപ്പോഴും ഇതേ നിലയിൽ തുടരുന്ന കമ്പനികളുണ്ട്. പ്രൊഡക്റ്റുകളും അവർക്കുണ്ട്. പക്ഷെ പ്രൊഡക്റ്റുകൾ വെറും നാമമാത്ര പ്രൊഡക്റ്റുകളാണ്. പ്രൊഡക്റ്റുകളിലല്ല അവരുടെ പ്രാധാന്യം. അവര് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യരുത് എന്ന് നമ്മുടെ റോബോട്ട് കിയോസാക്കിയെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്. അത്തരം കമ്പനികൾ നിങ്ങളെ ബിൽഡ് ചെയ്യുന്ന കമ്പനിയല്ല. നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് നിങ്ങളെ ബിൽഡ് ചെയ്യുന്ന കമ്പനിയിലായിരിക്കണം, അല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കി തരുന്ന കമ്പനിയിലല്ല. ആ കമ്പനിക്ക് കൂടുതൽ ആയുസ് ഉണ്ടാവുകയില്ല. ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഒരിക്കലും നാം ആർക്കും സ്നേഹം നൽകരുത്. പിന്നെ സ്നേഹം നൽകുമ്പോൾ നാം നിഷ്കളങ്കമായി നൽകണം. നമ്മുടെ ബിസിനസ് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നാം നിഷ്കളങ്കരായിട്ടാണ് നൽകേണ്ടത്. അല്ലാതെ എന്റെ ബിസിനസ് വർദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്റെ ടീം വളരാൻ വേണ്ടി എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ നൽകുമ്പോഴാണ് പലപ്പോഴും ആളുകൾ അത് ഏറ്റെടുക്കാതിരിക്കുമ്പോൾ നമുക്ക് മനപ്രയാസം ഉണ്ടാകുന്നത്. പേര് സയ്യിദ് ഫലാഹിയാണ്, നാദാപുരത്തിനടുത്ത് ആവോലം. എന്റെ ലീഡർ എന്റെ നാട്ടുകാരൻ തന്നെയാണ്, ഇബ്രാഹിം എന്ന് പറയുന്നത്. ഇതാണ് എന്റെ ലീഡർ. എന്റെ ലീഡറുടെ അപ്ലൈൻ ലീഡർ, അതുപോലെ തന്നെ പരിചയപ്പെടുത്തിയ ഒക്കെ ഹരികൃഷ്ണ സാറാണ്. വലിയ വലിയ നെഗറ്റീവുകളും പലപ്പോഴും നാം കേൾക്കേണ്ടി വന്നേക്കാം.
ചിലപ്പോൾ നമ്മെ വല്ലാതെ ഇകഴ്ത്തിയേക്കാം, നമ്മെ താഴ്ത്തിയേക്കാം. ഒരിക്കലും നാം തീരുമാനിക്കാതെ നമുക്ക് നമ്മെ തളർത്താൻ കഴിയില്ല. ഞാൻ തളരണമെങ്കിൽ എൻ്റെ കൂടി സമ്മതം വേണം. എന്നെ ഈ ലോകത്തെ ഒരാൾക്കും തളർത്താൻ കഴിയൂല എൻ്റെ സമ്മതം ഇല്ലാതെ. നമുക്കറിയാം, നമ്മുടെ കമ്പനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും ശരിയായ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി യഥാർത്ഥത്തിൽ എങ്ങനെ വേണം, എങ്ങനെയാവണം, അത് കൃത്യമായി എല്ലാം സമ്മേളിച്ച ഒത്തിണങ്ങിയ ഒരു കമ്പനിയാണ്. ഇത് ഞാൻ പറയുന്നത് പലപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ റഫറൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പൊതുവായിട്ട് പല വീഡിയോസും കാണാറുണ്ട്. യൂട്യൂബിലും ഇനി അല്ലാതെ പുസ്തകങ്ങളിലായിട്ടും. അതിൽ എന്തൊക്കെയാണോ ഒരു നല്ല കമ്പനിക്ക് അവർ പറയുന്ന മാനദണ്ഡങ്ങൾ, അതൊക്കെ കേൾക്കുമ്പോൾ ഇത് നമ്മുടെ കമ്പനിയെ കുറിച്ചാണ് പറയുന്നത് എന്ന് തോന്നിപ്പോകാറുണ്ട്. പൂർണ്ണമായും നമ്മുടെ കമ്പനിയിൽ ഇത് എല്ലാം സമ്മേളിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കമ്പനിയുടെ എംബ്ലം തന്നെ ഇതിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ വളർച്ചയുടെ ഗ്രാഫാണ്. ഇങ്ങനെ ആദ്യം തുടക്കത്തിൽ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് അതിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചതിന്റെ ഫലം അറിഞ്ഞും മറ്റുള്ളവരുടെ അനുഭവം കേട്ടും തുടക്കത്തിൽ വളരെ ആക്റ്റീവായി ചിലപ്പോൾ ധാരാളം പ്രൊഡക്റ്റുകൾ വാങ്ങി കൊടുക്കുന്നുണ്ടാകും, കുടുംബത്തിൽ അതുപോലെ തന്നെ പരിചയക്കാർക്ക് നൽകുന്നുണ്ടാകും. നല്ല ഒരു വളർച്ച തുടക്കത്തിൽ ഉണ്ടാകും. നമ്മുടെ എംബ്ലം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ ഒരു കയറ്റമാണ് തുടക്കത്തിൽ ഉണ്ടാവുക. ഇതിന്റെ ഗ്രാഫ്, ഇതിന്റെ വളർച്ചയുടെ ഗ്രാഫ് നമ്മുടെ ആ എംബ്ലമായിട്ട് തന്നെയാണ് പൊതുവായി ഇതിന്റെ നിരീക്ഷകർ, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ആധികാരികമായി പഠിച്ച ആളുകൾ കാണിക്കുന്നത്. ആ കയറ്റം കയറിയാൽ പിന്നെ ഡ്യൂപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. അതായത് നമ്മുടെ കൂടെ വന്ന ആളുകൾ, അവർ നാം എന്താണോ അവരോട് പറഞ്ഞത് അതേപോലെ അവർ മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുന്നു. പലപ്പോഴും അത് ഫലിക്കുന്നുണ്ടാകില്ല. ചിലപ്പോൾ നാം ഈ വന്ന ആളുകളോട് പറഞ്ഞതുപോലെ അവർക്ക് പറയാൻ കഴിയുന്നുണ്ടാകില്ല. നാം അവരോടൊപ്പം കൂടിക്കൊടുത്താലും നിരാശ വന്നേക്കാം. ഇവരുടെ ബിസിനസ്സും ആ സമയത്ത് ചിലപ്പോൾ കുറഞ്ഞേക്കാം. അപ്പോൾ ഒരു ഇറക്കം ഉണ്ടാകും. അപ്പൊ ഫസ്റ്റ് ഘട്ടാണത്. ഒരാൾ ഈ ഇത്തരം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിന്ന് മാറിപ്പോകാൻ, അത് ഒഴിവാക്കാനുള്ള കൂടുതൽ ചാൻസ് ഉള്ള ഒരു സമയമാണ് ആദ്യത്തെ ഘട്ടമാണത്, ആ ഇറക്കം. അതായത് നാം പറഞ്ഞ ആളുകൾ അവർ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് പലപ്പോഴും നിരാശ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നു. അവർ നമ്മോട് ആ നിരാശ പങ്കുവെക്കുകയും അവരുടെ ബിസിനസ്സും ആ സമയത്ത് ബിസിനസ് കുറയുകയും നമ്മുടെ വരുമാനം കുറയുകയും ഈ ഫസ്റ്റ് ഘട്ടത്തിൽ നല്ല കപ്പാസിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ പലപ്പോഴും അതിൽ നിന്ന് പിന്മാറിപ്പോകും. അപ്പൊ പിന്മാറിപ്പോകുന്ന പ്രധാന ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടമാണിത്. നാം മറ്റുള്ളവർക്ക് നൽകി അവർ ഡ്യൂപ്ലിക്കേഷൻ നടത്തുമ്പോൾ നമ്മെപ്പോലെ മറ്റുള്ളവരോടും അവരിലൂടെ ഉള്ള പരിചയക്കാരിലേക്ക് എത്തുമ്പോൾ അവർ വന്ന ആളുകളുടെ ബിസിനസ്സും കുറയുന്നു. അതുപോലെ തന്നെ നിരാശയും വന്ന് പല ആളുകളും ഒഴിവായി പോകുന്ന ഒരു ഘട്ടമാണത്. പിന്നെ ഈ ഡ്യൂപ്ലിക്കേഷൻ നടന്നതിന് ശേഷം കുറച്ച് ആളുകൾ, നാം കൊണ്ടുവന്ന ആളുകളിലൂടെ മറ്റുള്ള അവരുടെ പരിചയക്കാരും വരുമ്പോൾ കുറച്ച് ബിസിനസ്സൊക്കെ കയറുന്ന ഒരു സന്ദർഭമാണ് വീണ്ടും ഉള്ള ഒരു വളർച്ച. ആദ്യം വളർന്നു, പിന്നെ ഒന്ന് കീഴ്പോട്ട് പോയി, വീണ്ടും ഒരു വളർച്ച ഉണ്ടാവുകയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത് നമ്മുടെ കമ്പനിയുടെ ഇത് പറയുന്നതല്ല, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പൊതുവായിട്ട് ആധികാരികമായി ആളുകൾ പഠിപ്പിക്കുന്ന ആ വളർച്ചയുടെ ഗ്രാഫ് ഇങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം കയറി പിന്നെ ഒരു ഇറക്കം, ആ ഇറക്കത്തിലാണ് പലരും പോകുന്നത്. വീണ്ടും ഒരു കയറ്റം കയറും. വീണ്ടും ടീമൊക്കെ സെറ്റാകുന്ന സമയത്ത് പലപ്പോഴും നിരാശ വരും. നമ്മുടെ ടീം കൃത്യമായിട്ട് അവര് കൊണ്ടുപോകാൻ കഴിയുമോ, അവർക്ക് വീണ്ടും ഇത് ഭാവിയിൽ തുടരാൻ കഴിയുമോ എന്നൊക്കെ ആലോചനയിൽ പലപ്പോഴും ബിസിനസ് കുറയുമ്പോൾ അവർക്ക് കൃത്യമായി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ, അതുപോലെ തന്നെ കൂടുതൽ
പ്രൊഡക്റ്റുകൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ വീണ്ടും ഒരു ഇറക്കാണ് നമ്മുടെ ആ അമ്പലത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ആ രണ്ടാമത്തെ ഘട്ടത്തിലാണ് പലരും ഇതിൽ നിന്ന് ഒഴിവായി പോകുന്നത്. ഏത് കമ്പനിയാണെങ്കിലും ഇതിൽ നിന്ന് കൂടുതൽ ആളുകളും ഒഴിവായി പോകുന്നത് ആ രണ്ടാമത്തെ ഘട്ടത്തിലാണ്. ടീം ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ആ ടീമിനെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയൂല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് തുടരാൻ കഴിയൂല എന്നുള്ള ആലോചന വരുമ്പോൾ പലരും ആ ഘട്ടത്തിലാണ് ഒഴിവായി പോകുന്നത്. എന്നാൽ അതാണ് വളരെ പ്രധാനപ്പെട്ട ഘട്ടം. പലപ്പോഴും നമ്മുടെ ലീഡർമാർ പറയാറുണ്ട്, പരാജയപ്പെടുന്നത് വിജയിക്കുന്നതിന്റെ തലേ ദിവസമാണ്. ആ തലേ ദിവസമാണ് ആ സമയം. നമുക്ക് ടീമുണ്ട്, അത്യാവശ്യം ടീമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് വേണ്ടത്ര വരുമാനമൊന്നും ലഭിക്കുന്നില്ലല്ലോ. കാരണം നമ്മുടെ അന്തരീക്ഷം, നാം പഠിച്ചതും അതുപോലെ തന്നെ നമ്മുടെ സാഹചര്യം ഒക്കെ തൊഴിലെടുക്കുക, ഏതെങ്കിലും ഒരു ജോലി എടുക്കുക എന്നുള്ളതാണ്. ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, ജോലിയിലൂടെ ശമ്പളം വാങ്ങാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രൊഫഷണൽ പല കോഴ്സുകളുടെയും പരസ്യം. ഉടനെ ജോലി, ജോലി ലഭിച്ചില്ലെങ്കിൽ തിരികെ പണം, അങ്ങനെയൊക്കെ പലതരത്തിൽ ജോലിയിലേക്കാണ് നമ്മുടെ നാട്, അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ സാഹചര്യം നമ്മെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മുടെ യൂണിയൻ തന്നെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും യൂണിയൻ ഉണ്ടല്ലോ. നമ്മുടെ മൈലൈഫിൽ പ്രവർത്തിക്കുന്ന ആളുകളും യൂണിയനിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആ യൂണിയനിന്റെയും പേര് എംപ്ലോയീസ് ആണല്ലോ, എംപ്ലോയി യൂണിയൻ ആണല്ലോ. അപ്പൊ സംരംഭകർക്ക് ഇവിടെ പൊതുവെ അന്തരീക്ഷം അവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം അല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഭൂരിപക്ഷം ആളുകളും, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഏതാണ്ട് ആളുകളും മാറിപ്പോകുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം, ആ ഇറക്കം. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ ടീമിനെ എനിക്ക് വളർത്താൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻറ്റും, അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഇതെനിക്ക് കഴിയും എന്നുള്ള ചിന്തയും, അതിനെ വേണ്ട രീതിയിൽ തൻ്റെ ആളുകളെ ഒക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിഞ്ഞാൽ, ആ നിലയിൽ ഇതിനെ മനസ്സിലാക്കാനും ക്ഷമിക്കാനും അതിന് കാത്തിരിക്കാനും സമയം അതിനു വേണ്ടി മാറ്റി നിർത്താൻ കഴിയുന്ന ആളുകൾക്ക് പിന്നെ ഇറക്കമില്ല. അതാണ് നമ്മുടെ മൈലൈഫിന്റെ ആ ചിഹ്നത്തിൽ ഇങ്ങനെ കയറി പിന്നെ ഇങ്ങനെ ഇറങ്ങി, വീണ്ടും കയറി വീണ്ടും ഇറങ്ങി, ഈ ഇറക്കത്തിലാണ് ഏതാണ്ട് ആളുകളും പോകുന്നത്. പക്ഷെ ഇവിടെ പിടിച്ചു നിൽക്കുകയും ആ ഉള്ള ടീമിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, കൂടുതൽ വളർത്തിക്കൊണ്ട്, കൂടുതൽ അവരെ കൂടി നാം പഠിച്ച കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തിക്കാനുള്ള ട്രെയിനിങ്ങുകൾ, അതുപോലെ തന്നെ മറ്റു പ്രോഗ്രാമുകളിലൊക്കെ എത്തിച്ചിട്ട് അവരെ കൂടുതൽ കരുത്തുറ്റരാക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഇറക്കയില്ല. അത് ഉയർച്ചയിലേക്കാണ്. ആ ഉയർച്ചയിലേക്ക് കയറിയാൽ നമുക്ക് സാമ്പത്തിക ഫ്രീഡം, അതുപോലെ തന്നെ ടൈം ഫ്രീഡം, ഇതൊക്കെ ലഭിക്കുന്ന ഒരു അവസരമാണിത്. നാം ഇവിടെ ലീഡർമാർക്ക് ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റികൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഡെവലപ്പിംഗ് ടൈമിനെ കുറിച്ച് റോബർട്ട് കിയോസാക്കി അടക്കമുള്ള ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ആളുകളൊക്കെ പറയുന്നത് ഒരു 5 വർഷം എന്നാണ്. ആ 5 വർഷം പലപ്പോഴും പലർക്കും കാത്തിരിക്കാൻ കഴിയാറില്ല. ഈ 5 വർഷത്തിൽ നാം എങ്ങനെയാണ് നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ് ഏത് നിലയിലാവണം എന്നതിനെ കുറിച്ച് കുറഞ്ഞ വാക്കുകൾ, ആ ഏതാനും ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈ ഡെവലപ്പിംഗ് ടൈം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ടൈമാണ്. ഇതെല്ലാവർക്കും 5 വർഷമാകണമെന്നില്ല. പക്ഷെ പൊതുവെ ഇതിന്റെ ആധികാരികമായി പറയാൻ കഴിയുന്ന ആളുകളൊക്കെ 5 വർഷമാണ് എന്നാണ് പറയുന്നത്. ഈ 5 വർഷത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്മാനായി മാറുന്നത്. ഈ 5 വർഷക്കാലത്ത് നമ്മിൽ ഉണ്ടാകേണ്ടത് എന്തൊക്കെയാണ് എന്നൊക്കെ കുറഞ്ഞ വാക്കുകളിലൂടെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നിലയിൽ പറയാൻ ഞാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ കപ്പാസിറ്റി ഉണ്ടാവുകയാണ് ഈ വർഷം. എല്ലാവർക്കും അത് 5 വർഷം ഉണ്ടാകണമെന്നില്ല, ഒരു ശരാശരിയാണ് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നല്ലൊരു കപ്പാസിറ്റി, ജീവിതത്തിൽ നല്ലൊരു കപ്പാസിറ്റി അതിലൂടെ ലഭിക്കും. കേവലം പൈസ ഉണ്ടാക്കുക എന്നതിലല്ല ഈ കാലയളവിൽ നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ പണത്തെക്കാൾ നമുക്ക് വാല്യൂ ഉണ്ടാകേണ്ടത് ഞാൻ എന്നെ രൂപപ്പെടുത്തുക എന്നതിലാണ്. ഞാൻ എന്നെയാണ് ഈ കാലയളവിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത്. എനിക്ക് കൂടുതൽ കോൺഫിഡന്റ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എത്ര നെഗറ്റീവ് വന്നാലും, അല്ലെങ്കിൽ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ആളുകളാണല്ലോ ഉണ്ടാവുക, എല്ലാവരും വ്യത്യസ്തരാണ്. അവരോടൊക്കെ പെരുമാറാനും അവരിൽ നിന്ന്
തിരികെ കേൾക്കേണ്ടി വരുന്ന അവരുടെ മറുപടികൾ, അവരുടെ പ്രതികരണങ്ങൾ, അതിനെയൊക്കെ പെരുമാറാനും അതിന് അങ്ങോട്ട് തിരിച്ച് എങ്ങനെ മറുപടി പറയണമെന്നും ആ നെഗറ്റീവുകളെയൊക്കെ കേൾക്കാനൊക്കെ കഴിയുന്ന ഒരു കപ്പാസിറ്റി, ഇത് നാം നേടിയെടുത്താൽ ഈ 5 വർഷത്തിനുള്ളിൽ നമുക്ക് ആ ഒരു കഴിവ് നേടിയെടുത്താൽ പിന്നെ നമ്മുടെ ഈ ബിസിനസ്സിൽ എന്നല്ല, ജീവിതത്തിൽ മുഴുവൻ നമുക്ക് അത് വലിയ ഒരു മാനസികമായും ശാരീരികമായും വലിയൊരു ശക്തിയാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. ജീവിതകാലം മുഴുവൻ നരകിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഈ ഒരു കപ്പാസിറ്റി ലഭിക്കുക എന്നുള്ളത്. വരുമാനം ഒന്നും ലഭിച്ചില്ലെങ്കിലും ജീവിതത്തിൽ നമുക്ക് ഈ ഒരു കപ്പാസിറ്റി നേടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ മൂലധനം, ഏറ്റവും വലിയ മൂല്യം അതാണ്. കേവലം പണം ഉണ്ടാക്കൽ മാത്രമല്ല, പണം ലഭിക്കില്ല എന്നല്ല പറയുന്നത്. ഈ തുടക്കത്തിലുള്ള ഈ കാലയളവിൽ നമ്മുടെ മാനസികമായും നമുക്ക് ശാരീരികമായും നമുക്ക് ലഭിക്കുന്ന നമ്മുടെ മാറ്റങ്ങൾ, നമുക്ക് അതിലൂടെ നാം യഥാർത്ഥത്തിൽ ഒരു ശരിയായ മനുഷ്യനാവുകയും അത്രയും പലതും നാം നേരിടും. ആ സമയത്ത് പല നെഗറ്റീവുകൾ കേൾക്കേണ്ടി വരും, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് കേൾക്കേണ്ടി വരും. എന്നാൽ അതൊക്കെ തരണം ചെയ്യാനുള്ള കോൺഫിഡന്റ് നമുക്ക് ഇതിന്റെ ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ലീഡേഴ്സിലൂടെ, മുന്നേ അനുഭവിച്ച ആളുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയും. ഇത് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന പീരീഡാണ്, ജീവിതത്തിൽ കപ്പാസിറ്റി ഉണ്ടാക്കുന്ന ഒരു പീരീഡാണ്. അപ്പോ ഈ പീരീഡിലാണ് പലപ്പോഴും എന്താകുന്നത്, പലരും ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ഞാൻ തുടക്കത്തിലുള്ള അവസ്ഥ അല്ല ഇപ്പൊ. എനിക്ക് ധാരാളം എക്സ്പീരിയൻസ് ഇപ്പൊ ലഭിച്ചിട്ടുണ്ട്, അത്യാവശ്യം എനിക്ക് ടീം വന്നിട്ടുണ്ട്. അവസാനമായി ആ ഇറങ്ങിപ്പോകുന്ന ആ സമയം നാം ആലോചിക്കേണ്ടത്, എനിക്ക് ടീം ഉണ്ട്, അത്യാവശ്യം ടീം ഉണ്ട്. ഇതുവരെ ഞാൻ വെറുതെ അല്ല സമയം ചെലവാക്കിയത്, എനിക്ക് ഇതിലൂടെ ഒരുപാട് എക്സ്പീരിയൻസ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടീമായി മാറിയാൽ കേവലം 500 ആളുകളാണെങ്കിൽ ആ 500 തൊഴിലാളികളെ കൊണ്ടല്ല നാം നമ്മുടെ സംരംഭം മുന്നോട്ട് പോകുന്നത്. അത് വലിയൊരു വ്യത്യാസമാണ്. 500 തൊഴിലാളികളല്ല നമ്മുടെ കൂടെ ഉള്ളത്, 500 ബിസിനസ്സേഴ്സ് ആണ്. ഒരു ഉദാഹരണം സംഖ്യ പറഞ്ഞു എന്ന് മാത്രം. 100 ആളുകളാണ് നമ്മോടൊപ്പം ഉള്ളതെങ്കിൽ കേവലം മറ്റുള്ള ബിസിനസ് പോലെ, മറ്റുള്ള ബിസിനസ്സുകൾ, വലിയ വലിയ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ചിലപ്പോൾ 100 തൊഴിലാളികളായിരിക്കാം അവരുടെ കൂടെ ഉള്ളത്. എന്നാൽ നമ്മോടൊപ്പം ഉള്ളത് നമ്മെ പോലെയുള്ള 100 ബിസിനസ്സേഴ്സ് ആണ്. അത് വലിയൊരു മാറ്റമാണ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് റോബർട്ട് കിയോസാക്കി, നാം ആ റിച്ച് ഡാഡ് ആൻഡ് പോർ ഡാഡ് എന്ന പുസ്തകം മാത്രമല്ല, പല പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറയുന്ന പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകത്തിലൊക്കെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ സാധ്യതയും, അതിന്റെ എല്ലാ കമ്പനികളും ഇതിൽ വിജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷെ അദ്ദേഹം വിജയിക്കുമെന്ന് പറയുന്ന കമ്പനികൾ ഇന്ന മാനദണ്ഡങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായും MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിന്റെ അതേ സ്വഭാവമാണ് എന്ന് നമുക്ക് ആ പുസ്തകങ്ങൾ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നതാണ്. അപ്പോ നമ്മുടെ ഇതിലേക്ക്, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്ക് ഒരാൾ വരുമ്പോ എന്താണ് ഇത്രമാത്രം നെഗറ്റീവ് ആളുകളിൽ നിന്ന് കേൾക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അന്തരീക്ഷം മുഴുവൻ ഈ തൊഴിലെടുക്കുക, ജോലി നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചേഞ്ചിലേക്ക് നാം വരുമ്പോ പെട്ടെന്ന് അത് വലിയൊരു ചേഞ്ചാണ് നമ്മിൽ ഉണ്ടാക്കുന്നത്. മാനസികമായും ശാരീരികമായും വൈകാരികമായും നാം ആകെ മാറുകയാണ്. കാരണം ഇതിലൂടെ പെട്ടെന്ന് സംതൃപ്തി ലഭിക്കണമെന്നില്ല. ഒരു ജോലിക്ക് നാം പോകുമ്പോ ആ ജോലിക്ക് രാവിലെ പോയി രാത്രി തിരിച്ചു വരുമ്പോ നമ്മുടെ ആ ജോലി കഴിഞ്ഞു, വീണ്ടും അടുത്ത ദിവസം പോകുന്നു. അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് വരുമാനം ലഭിക്കുന്നു. എന്നാൽ തുടക്കത്തിൽ ഇതിൽ വരുമാനം ലഭിക്കുന്നില്ലല്ലോ, എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ മുമ്പുള്ള ആ ജോലി പോലെ ഇപ്പോ ഇതിൽ എനിക്ക് വരുമാനം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വേവലാതിപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. നാം അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ ബിസിനസിന്റെ രീതി സംതൃപ്തി പെട്ടെന്ന് ലഭിക്കലല്ല, പെട്ടെന്ന് ലഭിക്കണമെന്നില്ല. ഇത് ആ തുടക്കത്തിലുള്ള ആ ഡെവലപ്പിംഗ് ടൈമിൽ നാം ഫിസിക്കലായിട്ട് മാറും ചിലപ്പോൾ. അപ്പൊ മാനസികമായിട്ട് നാം ആ സമയത്ത് മാറിയിട്ടുണ്ടാവുകയില്ല. ശാരീരികമായും ഫിസിക്കലായിട്ടും മാനസികമായി മെന്റലി ആയിട്ടും അതുപോലെ തന്നെ വൈകാരികമായും ഒക്കെ ഇതിലേക്ക് മാറുമ്പോഴാണ് നാം യഥാർത്ഥ ബിസിനസ്സേഴ്സ് ആയി മാറുന്നത്. അല്ലാതെ കേവലം തുടക്കത്തിൽ ചിലപ്പോൾ നാം ചിരിക്കുന്നുണ്ടാകും, ഉള്ളിൽ നമുക്ക് പല പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകും, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല എന്ന തോന്നലുണ്ടാകും. അപ്പോഴും നാം ചിലപ്പോൾ പുഞ്ചിരിക്കും, ആളുകളോട് സംസാരിക്കും, പ്ലാൻ പറയും. എന്നാൽ യഥാർത്ഥത്തിൽ
നാം അപ്പോഴും മാറിയിട്ടില്ല. കാരണം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ വൈകാരിക ചിന്തകളൊക്കെ ഇതിലേക്ക് മാറാൻ അല്പം പ്രയാസപ്പെടും. എല്ലാവർക്കും പ്രയാസം ഉണ്ടാകും എന്നതിൽ ഇതിലർത്ഥമില്ല. പൊതുവെ ശരാശരി ആളുകൾക്ക് നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ സാഹചര്യവും നമ്മുടെ സമൂഹവും ഒക്കെ ഇത് ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ജോലി എന്നുള്ള നില കാഴ്ചപ്പാടുള്ള ആളുകൾ നാം പഠിക്കുന്നതും നമ്മെ പഠിപ്പിക്കുന്നതും ഒക്കെ അതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചേഞ്ചിലേക്ക് വലിയ പ്രയാസങ്ങൾ പലപ്പോഴും ആളുകൾ പ്രയാസപ്പെടേണ്ടി വരുമെന്ന് റോബർട്ട് കിയോസാക്കി ഒക്കെ അതുപോലെയുള്ള ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില കമ്പനികളുണ്ട്, അവർ പണത്തിലാണ് പ്രാധാന്യം പറയുന്നത്. നിങ്ങൾക്ക് ഇത്ര ആളുകൾ നിങ്ങളുടെ കൂടെ വന്നാൽ ഇത്ര പണം കിട്ടും. ഇങ്ങനെ ഇപ്പോഴും ഇതേ നിലയിൽ തുടരുന്ന കമ്പനികളുണ്ട്. പ്രൊഡക്റ്റുകളും അവർക്കുണ്ട്. പക്ഷെ പ്രൊഡക്റ്റുകൾ വെറും നാമമാത്ര പ്രൊഡക്റ്റുകളാണ്. പ്രൊഡക്റ്റുകളിലല്ല അവരുടെ പ്രാധാന്യം. അവർ പറയുന്നത് നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും, ഇത്ര പൈസ കിട്ടും. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യരുത് എന്ന് നമ്മുടെ റോബർട്ട് കിയോസാക്കിയെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്. അത്തരം കമ്പനികൾ നിങ്ങളെ ബിൽഡ് ചെയ്യുന്ന കമ്പനിയല്ല. നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് നിങ്ങളെ ബിൽഡ് ചെയ്യുന്ന കമ്പനിയിലായിരിക്കണം, അല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കി തരുന്ന കമ്പനിയിലല്ല. ആ കമ്പനിക്ക് കൂടുതൽ ആയുസ് ഉണ്ടാവുകയില്ല. നിങ്ങളെ ബിൽഡ് ചെയ്യുക, അതിലൂടെ നിങ്ങൾ ജനങ്ങളെ ബിൽഡ് ചെയ്യുക, ജനങ്ങൾ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കി തരും. അതാണ് യഥാർത്ഥ കമ്പനിയുടെ നില. ആ നിലയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നാം കേൾക്കുന്നതാണ്, ഇതിനേക്കാളൊക്കെ പണം ഇന്ന കമ്പനിയിൽ നിന്ന് കിട്ടും, അവിടെ നിങ്ങൾ ഇത്ര ആളുകളെ ഇതിൽ വന്നിട്ട് അവരെ കൊണ്ട് പ്രൊഡക്റ്റുകൾ എടുപ്പിച്ചാൽ മതി. അവിടെ പ്രൊഡക്റ്റുകൾ എടുപ്പിക്കലാണ്. നമ്മുടെ പ്രൊഡക്റ്റുകൾ, ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അവർക്ക് പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കലാണ് നമ്മുടെ പണി. അല്ലാതെ എങ്ങനെയെങ്കിലും അവരെ ഇതിൽ ചേർത്ത് പ്രൊഡക്റ്റുകൾ എടുപ്പിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അത് തെറ്റായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ അവർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതെടുക്കും. പ്രൊഡക്റ്റുകളിലാണ് നമ്മുടെ പ്രാധാന്യം. അല്ലാതെ കേവലം ഇത്ര പൈസ എന്ന് പറഞ്ഞ് കമ്പനിയിൽ നാം ജോയിൻ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം മറ്റുള്ള ആളുകളെ നമുക്ക് അത് ജനങ്ങളെ ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. നാം നമ്മെ ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇന്നലെ ഹരികൃഷ്ണ സാർ തന്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം ഒരു കാര്യം വിട്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അപ്ലൈൻ, അദ്ദേഹത്തെ കൊണ്ടുവന്ന അപ്ലൈൻ പെട്ടെന്ന് ഇതിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിജു സാർ അദ്ദേഹത്തെ ഏറ്റെടുത്തു. അപ്പൊ അപ്ലൈൻ ഇല്ലെങ്കിലും ഇതിലൂടെ നമുക്ക് വിജയിക്കാൻ കഴിയും. കാരണം അപ്ലൈൻ നമുക്ക് തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ ഇതിലേക്കുള്ള ക്ഷണം നൽകിയിട്ടുണ്ടെങ്കിലും പിന്നീട് അപ്ലൈൻ ചിലപ്പോൾ വിട്ടുപോയേക്കാം. എന്നാലും അപ്ലൈനിന്റെ മേലെയുള്ളവരെ, അതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻ ആരാണോ അവരെ നമ്മുടെ കൂടെ നിർത്തിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നാം മാറി നിൽക്കുകയാണെങ്കിൽ, അഥവാ ഇനി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഞാൻ നിർത്തുകയാണ് എന്നാണ് ഒരാൾ തീരുമാനം എടുക്കുന്നതെങ്കിൽ പിന്നെ ജീവിതത്തിൽ കൂടുതൽ നെഗറ്റീവിലായിരിക്കും നാം പോവുക. കാരണം നാം അനുഭവിച്ച ആ ഒരു കോൺഫിഡന്റും നാം അനുഭവിച്ചതായ മാനസികമായ സന്തോഷമൊക്കെ പിന്നെ നഷ്ടപ്പെടും. ഈ സമയത്ത്, ഇതിലുള്ള സമയത്ത് നാം അനുഭവിക്കുന്ന ആ സന്തോഷം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിലാവുക. ഇപ്പോൾ നമ്മുടെ കൂടെ ലീഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രഭാതത്തിൽ തന്നെ സൂം മീറ്റിംഗിൽ നാം സംസാരം കേൾക്കുന്നു, ആളുകളെ കാണുന്നു. അതൊക്കെ മാനസികമായിട്ട് നമുക്ക് വലിയൊരു സന്തോഷവും ഉന്മേഷവും നമുക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് പിന്മാറിയാൽ ആണ് യഥാർത്ഥത്തിൽ ഇതിന്റെ നഷ്ടം നമുക്ക് തിരിച്ചറിയുക. കണ്ണ് ഇല്ലാത്തവനാകുന്നല്ലോ കണ്ണിന്റെ വില മനസ്സിലാവുക. കണ്ണുള്ള സമയത്ത് ആ കാഴ്ചയുടെ ആ അനുഗ്രഹം എത്രത്തോളം വലുതാണെന്ന് പലപ്പോഴും തിരിച്ചറിയണമെന്നില്ല. എന്നാൽ അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവുക എന്ന് പറയുന്നത് പോലെ, ഈ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ലീഡേഴ്സിന്റെ കൂടെ നിൽക്കുന്ന ഈ മൈ ലൈഫ് എന്ന കുടുംബത്തിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷവും ആ ഒരു അനുഭവവും നമുക്ക് അത് നഷ്ടപ്പെട്ടാൽ, ഇതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയുക. നമ്മുടെ കൂടെയുള്ള ആളുകൾ അവർ പലതും പഠിച്ചവരാണ്, പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള ജോലിയില്ല. നാം കേൾക്കുന്നതൊക്കെ പലപ്പോഴും നെഗറ്റീവായിരിക്കും. നെഗറ്റീവ് കേട്ടാൽ അതിന് പോസിറ്റീവായി ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് അപ്പോൾ ലഭിക്കണമെന്നില്ല. എന്നാൽ ഈ ഡെവലപ്പിംഗ് ടൈമിലൂടെ നാം നേടിയെടുക്കുന്ന ആ ഒരു കോൺഫിഡന്റും അതുപോലെ തന്നെ നെഗറ്റീവ് എത്ര കേട്ടാലും അതിനെയൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥയും
നമുക്ക് ഇതിലുള്ളപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനെ ഒഴിവാക്കിയാൽ നമുക്ക് പലപ്പോഴും അത് നഷ്ടപ്പെടും. ആ ഒഴിവാക്കുമ്പോഴാണ് നാം ഈ ഇപ്പോ അനുഭവിക്കുന്നതിന്റെ ആ ഒരു സുഖം അത് എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പലപ്പോഴും പലർക്കും മടിയാണ്, ഞാൻ ഉൾപ്പെടെ പലർക്കും ഫീൽഡിലേക്ക് ഇറങ്ങാൻ മടിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ മടി എന്നില്ല എന്ന കാര്യം ഇല്ല എന്നാണ് ഈ മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. മടി എന്നുള്ളത് അങ്ങനെ ഒന്നില്ല, ആർക്കും മടിയില്ല. പിന്നെ എന്താണ് മടി എന്നുള്ളത്? അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. അങ്ങനെ ഒരു വൈമനസ്സ് ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണോ അത് കണ്ടെത്തിയാൽ അത് ഇല്ലാതാക്കാൻ കഴിയും. അല്ലാതെ മടി എന്നൊരു കാരണം നമുക്ക് ഇതിലേക്ക് ഫീൽഡിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ മാനസികമായിട്ട് തോന്നുന്ന ആ ഒരു സ്വഭാവം, അതിന്റെ കാരണമാണ് യഥാർത്ഥത്തിൽ നമ്മെ അങ്ങനെയാക്കുന്നത്. മാനസികമായി നമുക്ക് അതിനൊരു ഊർജം ഇല്ലാതാക്കുന്നത് ആ ഒരു കാരണമാണ്. എന്താണോ ആ തടസ്സം, ആ കാരണം എന്താണോ അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. പലപ്പോഴും നമുക്ക് ആളുകളോട് ഇത് പറയുമ്പോ അല്ലെങ്കിൽ ഇതിന്റെ പ്ലാൻ പറഞ്ഞ് അവര് എല്ലാ നിലയിലും ഓക്കെ ആയിരുന്നു, പിന്നെ അവർ യാതൊരു പ്രതികരണവും ഇല്ല, പിന്നെ അവർ മാറി നിൽക്കുന്നു എന്ന തോന്നല് പലരെയും പ്രയാസപ്പെടുത്താറുണ്ട്, സങ്കടപ്പെടുത്താറുണ്ട്. അത് യഥാർത്ഥത്തിൽ നാം അവരെ സമീപിക്കുമ്പോഴുള്ള ചിന്ത നാം മാറ്റിയെടുത്താൽ നമുക്ക് അത് പ്രയാസം ഇല്ലാതാക്കാൻ കഴിയും. നാം അവരെ സമീപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, ഞാൻ ഇത് നൽകുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഈ നിലയിൽ നല്ലൊരു ജീവിതത്തിന് മെച്ചമുണ്ടാക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിലൂടെ വളർന്നു വന്നാൽ കൂടുതൽ രക്ഷപ്പെടാൻ കഴിയുമല്ലോ, നല്ല നിലയിൽ രക്ഷപ്പെടാൻ കഴിയുമല്ലോ എന്നുള്ള നിലയിൽ നാം നൽകുമ്പോൾ അവരത് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ പേരിൽ നാം പ്രയാസപ്പെടേണ്ടി വരില്ല. അത് നാം ഇപ്പോ മാതാപിതാക്കള് മക്കൾക്ക് സ്നേഹം നൽകുമ്പോൾ ആ സ്നേഹത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. നാം ആർക്ക് സ്നേഹം നൽകുമ്പോഴും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഒരിക്കലും സ്നേഹം നൽകരുത് എന്നാണ്. അതേപോലെ തന്നെയാണ് നാം ഒരാൾക്ക് ഇതിന്റെ പ്ലാന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ഉദ്ദേശം എനിക്ക് നല്ല വരുമാനം ഉണ്ടാകണം, അല്ലെങ്കിൽ എന്റെ ബിസിനസ് വർദ്ധിക്കണം, എന്റെ ടീം ഉഷാറാകണം എന്നുള്ള നിലയിലാണ് നാം ഒരാളെ സമീപിക്കുന്നത്. അവർ നാം വിചാരിച്ചതുപോലെ റെസ്പോൺസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ആ സമയത്ത് വല്ലാത്ത പ്രയാസം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും. എന്നാൽ അതേ സ്ഥാനത്ത് ഞാൻ ഇങ്ങോട്ട് അങ്ങനത്തെ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതെങ്കിൽ, അദ്ദേഹത്തെ സമീപിക്കുന്നതെങ്കിൽ എനിക്ക് അദ്ദേഹം അത് ഒഴിവാക്കിയതിന്റെ പേരിൽ സങ്കടം ഉണ്ടാവുകയില്ല. അപ്പൊ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഒരിക്കലും നാം ആർക്കും സ്നേഹം നൽകരുത്. പിന്നെ സ്നേഹം നൽകുമ്പോൾ നാം നിഷ്കളങ്കമായി നൽകണം. നമ്മുടെ ബിസിനസ് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നാം നിഷ്കളങ്കരായിട്ടാണ് നൽകേണ്ടത്. അല്ലാതെ എന്റെ ബിസിനസ് വർദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്റെ ടീം വളരാൻ വേണ്ടി എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ നൽകുമ്പോഴാണ് പലപ്പോഴും ആളുകൾ അത് ഏറ്റെടുക്കാതിരിക്കുമ്പോൾ നമുക്ക് മനപ്രയാസം ഉണ്ടാകുന്നത്. അതിന് പകരം നാം അങ്ങോട്ട് അവരെ സമീപിക്കുന്നത് അവർക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ നല്ലൊരു മാർഗത്തിൽ അവരും എത്തട്ടെ, അവർക്കും ജീവിതത്തിൽ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വളരട്ടെ എന്നുള്ള നിലയിലാണ്. നമ്മിലേക്ക് എന്തെങ്കിലും ലാഭം നാം ഉദ്ദേശിക്കാതെ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണമെന്നുള്ള ഉദ്ദേശം ഇല്ലാതെയാണ് നാം ആളുകളെ സമീപിക്കുന്നതെങ്കിൽ അവര് ഇത് ഏറ്റെടുത്തില്ലെങ്കിലും നമുക്ക് അതിന്റെ പേരിൽ മാനസികമായി പ്രയാസം ഉണ്ടാവുകയില്ല, സങ്കടപ്പെടേണ്ടതില്ല. ഈ കമ്പനിയിൽ തന്നെ ചില ലീഡർമാരുണ്ട്, അവർ കേവലം ഇങ്ങോട്ട് കിട്ടണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുകയല്ല, എന്നാലും നാം ഇത് മനസ്സിലാക്കണം. ചില ആളുകൾ അവർ ഇങ്ങോട്ട് ലഭിക്കുന്ന റാങ്ക് ചേഞ്ച് ആകുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ സീലിംഗ് അച്ചീവർ ആകുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ അവരുടെ വരുമാനം കൂട്ടുന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ആളുകളെ കാണുന്നത്. അതിനുവേണ്ടി അവർ ലക്ഷങ്ങളുടെ പർച്ചേസ് എടുപ്പിക്കും തുടക്കക്കാരെ തന്നെ. യഥാർത്ഥത്തിൽ അതൊരിക്കലും ഒരു സ്ഥിരമായിട്ട് വരുമാനം ലഭിക്കുന്ന മാർഗമല്ല. കേവലം അവർക്ക് റാങ്കുകൾ ചേഞ്ച് വന്നേക്കാം, അവർ സീലിംഗ് അടിച്ചേക്കാം, പക്ഷെ അത് മാത്രമേ അവർക്ക് ഉണ്ടാകൂ. തുടർച്ച അവർക്ക് ലഭിക്കുകയില്ല. ആ വന്ന ആളുകളൊന്നും അവരുടെ ടീമിൽ ഉണ്ടാവുകയില്ല. അവരുടെ ടീം ശൂന്യമായിരിക്കും. അവർ വലിയ റാങ്ക് അച്ചീവർ ആയിരിക്കാം, പക്ഷെ ടീം ഉണ്ടാവുകയില്ല. ഇത് നമുക്ക് വലിയ റാങ്കിൽ എത്തിയിട്ട് തന്നെ MI നിർത്തിപ്പോകുന്ന ആളുകൾ ഇത്തരം കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. റാങ്കുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവര് പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ പലർക്കും ചെയ്യാൻ കഴിയും. നല്ല മോട്ടിവേഷൻ നൽകിയിട്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും പ്രോഗ്രാമിൽ ഇരിപ്പിച്ചിട്ട് അവിടുന്ന് തന്നെ പറയിപ്പിക്കുക, 2 ലക്ഷത്തിന്റെ സാധനം എടുപ്പിക്കുക. ആരെ കൊണ്ടാണ് ഇത് പറയിപ്പിക്കുന്നത്? ഇതിനെക്കുറിച്ച് ABCD അറിയാത്ത ആളുകളെ കൊണ്ടാണ് ഇത് പറയിപ്പിക്കുന്നത്. 2 ലക്ഷത്തിന്റെ സാധനം എടുപ്പിക്കുന്നു.
അങ്ങനെ പിന്നെ അതിലൂടെ ഇദ്ദേഹത്തിന് ബീവികൾ കയറുകയാണ്. ഈ സാധനം ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ അദ്ദേഹം വളരെ കഷ്ടപ്പെടുകയാണ്. ലൈഫ് സ്റ്റൈലിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ രീതിയല്ല. ഇതിലൂടെ അങ്ങനെ വളർന്നു വന്ന ലീഡർമാർക്കും ഒരു കാര്യവുമില്ല. കാരണം അവരുടെ റാങ്കുകൾ വന്നത് കൊണ്ട് മാത്രം ഒരു കാര്യം ഉണ്ടാകുന്നില്ല. പിന്നെ അവർക്ക് ടീമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് വരുമാനം തുടർച്ചയായി ലഭിക്കുക? ഒരിക്കലും വരുമാനം അവർക്ക് ലഭിക്കുകയില്ല. ആ റാങ്ക് കയറിയ വരുമാനം മാത്രമേ അവർക്ക് ഉണ്ടാവൂ. ആ സമയത്തുള്ള ഫോട്ടോയും ആ സമയത്തുള്ള അഭിനന്ദനങ്ങളും മാത്രം. അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അപ്പോ നാം മറ്റുള്ളവരെ സമീപിക്കേണ്ടത് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ആവരുത്. അത് സ്നേഹം കൊടുക്കുമ്പോഴും നമ്മുടെ ലൈഫിൽ നാം പഠിക്കേണ്ട വലിയൊരു പാഠാണിത്. ആരെ നാം സ്നേഹിക്കുമ്പോഴും ഞാനത് സ്നേഹിക്കുന്നത് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുകയാണെങ്കിലും മക്കളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് കിട്ടൂല. മക്കൾ ഞാൻ പ്രായമാകുമ്പോ എന്നെ നോക്കാൻ എന്റെ മക്കൾ ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ചെറുപ്പത്തിൽ അവരെ പരിപാലിക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അത് അവരിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയില്ല. പക്ഷെ നാം അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നിഷ്കളങ്കമായ സ്നേഹമാണെങ്കിൽ നമുക്ക് തീർച്ചയായും ആ സ്നേഹം ഇങ്ങോട്ടും ലഭിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇതിലും ചില ലീഡർമാരുണ്ട്, അവർ തെറ്റായ വഴിയിലൂടെയാണ് എം ഐ ലൈഫ് സ്റ്റൈലിനെയും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിലേക്ക് ഞാൻ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം കല്യാണം നമുക്കറിയാം, വിവാഹത്തിൽ പലതും നടക്കുന്നുണ്ട്, പല തോന്നിവാസങ്ങളും നടക്കുന്നുണ്ട്. തോന്നിവാസങ്ങളും വിവാഹത്തിൽ നടക്കുന്നത് കൊണ്ട് ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ വിവാഹം കഴിക്കൂല. അത് യഥാർത്ഥത്തിൽ തെറ്റായ ഒരു തീരുമാനമാണ്. വിവാഹം നല്ലതാണ്. കല്യാണം കഴിക്കുക എന്നുള്ളത്, ഒരു കുടുംബം ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ചില ആളുകൾ അത് തെറ്റായ വഴിയിലൂടെ നടത്തുന്നത് കൊണ്ട് ഞാൻ വിവാഹം കഴിക്കൂല എന്ന് തീരുമാനമെടുക്കുന്നത് ശരിയല്ല. അതുപോലെയാണ് എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി ചിലർ തെറ്റായ രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോ നാം ശരിയായ റൂട്ടിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് പ്രയാസമില്ലാതെ തന്നെ, പെയിൻ ഇല്ലാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ നാം ചെയ്യുന്നത് കേവലം വെറും ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്ക് ആയിട്ട് ചെയ്യണം. അത് പൊതുവെ ലീഡർമാർ എന്ന് പറഞ്ഞാൽ അത് വലിയ റാങ്കിൽ എത്തിയാലേ ലീഡർ ആകൂ എന്നൊന്നുമില്ല. എന്റെ കൂടെ കുറഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് ലീഡറാണ്. അപ്പൊ അവർക്ക് ഞാൻ മാതൃകാ പുരുഷനാകണം. എങ്ങനെയൊക്കെ ആകാം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒരു ലീഡർ ആകുമ്പോ കേവലം നാം ഒരുപാട് ആളുകളെ പിടിക്കുകയല്ല വേണ്ടത്, നമ്മെ ആളുകൾ സ്വീകരിക്കണം. നാം ആളുകളെ അങ്ങോട്ട് പോയി ആളുകളെ ഇങ്ങനെ പിടിക്കുന്നതിന് പകരം ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയാൽ, നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മെ ആളുകൾ സ്വീകരിക്കും. അത് പലർക്കും, നല്ല ലീഡേഴ്സിനൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. അവർ അങ്ങോട്ട് പറയുന്നതിന്റെ മുമ്പ് അവരിങ്ങോട്ട് പറയുന്നത്, നിങ്ങൾ ഒന്നും പറയണ്ട, ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു എന്ന നിലയിൽ ഇങ്ങോട്ടേക്ക് ആളുകൾ വരുന്നു. അതുപോലെ തന്നെ അവരെ നാം നിർബന്ധിച്ച് കൂടെ നിർത്തുകയല്ല വേണ്ടത്, അവർ നമ്മുടെ കൂടെ നിൽക്കും. ഇത് രണ്ടും രണ്ടാണ്. നാം ആളുകളെ നമുക്ക് വേണ്ടി പിടിക്കുകയല്ല, ആളുകൾ നമ്മെ സ്വീകരിക്കുകയാണ്. അതേപോലെ തന്നെ നാം അവരെ നിർബന്ധിച്ച് കൂടെ നിർത്തുകയല്ല, അവർ നമ്മുടെ കൂടെ അവർ നിൽക്കുകയുള്ളൂ. ഇങ്ങനെയാകണമെങ്കിൽ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ലീഡേഴ്സ് എന്നുള്ളത് കൊണ്ട് ഈസി ആയാൽ മാത്രമേ ലീഡർ ആവൂ എന്നില്ല. ഒരു സിൽവർ റാങ്കിലുള്ള ആളാണ് അല്ലെങ്കിൽ സ്റ്റാർ റാങ്കിലുള്ള ആളാണ്, തന്റെ കൂടെ വന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ കൂടെ വന്ന ആളുകൾക്ക് ഇദ്ദേഹം ലീഡറാണ്. ഇനി ലീഡർഷിപ്പ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അപ്ലൈൻ, സക്സസ്ഫുൾ ആയ ഒരു അപ്ലൈൻ, ഇദ്ദേഹത്തിന്റെ അപ്ലൈൻ ആണ് അവർക്കെല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി തനിക്ക് തന്നെ പറയാൻ കഴിയുമെങ്കിൽ, അവരെ കൂടെ നിർത്താൻ കഴിയുമെങ്കിൽ, അവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പവും ബന്ധവും ഒക്കെ നിങ്ങളോടാണെങ്കിൽ, നിങ്ങൾ സിൽവർ റാങ്കിലാണ് അല്ലെങ്കിൽ റൂബി റാങ്കിലാണ് അല്ലെങ്കിൽ കോർഡിനേറ്ററിലാണ്, എന്നാൽ നിങ്ങൾ അവരുടെ ലീഡറാണ്. ആ ലീഡേഴ്സിന് ഉണ്ടാകേണ്ട ചില ക്വാളിറ്റി, ഇത് ഞാൻ ഇത്തരം ക്വാളിറ്റി ഉള്ള ആളായത് കൊണ്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ ഇത് ഏറ്റെടുത്തത് തന്നെ എന്നിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയാണ്. കൂടെയുള്ളവരിൽ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. പ്രതീക്ഷ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ചിലപ്പോൾ അവർ നമ്മുടെ ഈ കമ്പനിയിൽ തുടരുന്നുണ്ടാവില്ല, എന്നാലും നമ്മുടെ അടുത്ത ആളാണ്, ഒരിക്കൽ ഐഡിയ അടിച്ചിരുന്നു, എന്നാലും അവര് നമുക്ക് എപ്പോഴും പ്രതീക്ഷ ഉണ്ടാകണം. പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടരുത്. എത്ര വിളിച്ചാലും അവർ ഫോൺ എടുക്കുന്നില്ല. അവർ ഈ കാര്യം പറയുമ്പോ
തീരെ നമ്മെ പരിഗണിക്കുന്നില്ല, നമുക്ക് നല്ല പ്രതികരണം നൽകുന്നില്ല, എന്നാൽ പോലും അവരിൽ നാം പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. ആ പ്രതീക്ഷ നാം എപ്പോഴും നിലനിർത്തണം. ഇത് ഒരു ലീഡറിന് അനിവാര്യമായും ഉണ്ടാകേണ്ട ഗുണമാണ്. അതേപോലെ തന്നെ മറ്റൊരു ഗുണം, ഞാൻ RTC ലീഡറാണ് അല്ലെങ്കിൽ STC ലീഡറാണ്, അതുകൊണ്ട് ഞാൻ ലീഡറാണ് എന്നുള്ള മനോഭാവം പൂർണ്ണമായും ഒഴിവാക്കണം. ഞാൻ സേവകനാണ്. എന്റെ കൂടെയുള്ള ആളുകൾ ITC ലീഡർ ആയാൽ പോലും ബെന്നിസർ പലപ്പോഴും അത് പറയാറുണ്ട്. അപ്പോഴും നാം സേവകരാണ്. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അവർ എന്ത് ആവശ്യം പറഞ്ഞാലും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാലും നാം സിസ്റ്റം കീപ്പ് ചെയ്യണം. അതായത് നമ്മുടെ കൂടെ വന്ന ആളുകളെ വളരാൻ നാം അനുവദിക്കണം, എല്ലാറ്റിലും നാം ഇടപെടണം എന്നല്ല പറയുന്നത്. നമ്മുടെ ഈ ബിസിനസ് രംഗത്തല്ലാതെയും ജീവിതത്തിലെ പല വിഷയങ്ങളിലും നമ്മെ വിളിക്കുമ്പോ നാം വലിയ തിരക്കുള്ള ആളാണ്, അല്ലെങ്കിൽ എന്നെ എന്തിനാ അവരെ വിളിക്കുന്നത്, ഞാൻ STC ലീഡറല്ലേ അല്ലെങ്കിൽ ഞാൻ NTC ലീഡറല്ലേ എന്ന നിലയിൽ ഒരു ലീഡർ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കാൻ കൂടെ വന്ന ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുകയില്ല. നാം എപ്പോഴും സേവകനാണ്, ഞാൻ അവർക്ക് സേവനം ചെയ്യേണ്ടവനാണ് എന്നുള്ള ചിന്തയാണ് ഒരു ലീഡർക്ക് എപ്പോഴും വേണ്ടത്. ഇത്തരം ലീഡർമാരെ കൂടെ നിൽക്കാനാണ് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ടീമിൽ പല ആളുകൾ ഉണ്ടാവും. എല്ലാവരും ഒരേ മനോഭാവമുള്ള ആളുകളല്ല. ചിലർക്ക് മീറ്റിങ്ങിലൊന്നൊക്കെ വരാൻ പ്രയാസമുള്ള ആളുകളുണ്ടാവും, പക്ഷെ അവർ നന്നായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. അവർക്ക് MI ലൈഫിനെ നന്നായിട്ട് അതിൽ നല്ല വിശ്വാസം ഉണ്ടാകും, അതിൽ MI ലൈഫിനോട് വല്ലാത്തൊരു സ്നേഹം ഉണ്ടാകും. പക്ഷെ മീറ്റിങ്ങിലൊന്നും അവർ ചിലപ്പോ എത്തിപ്പെടണമെന്നില്ല. അങ്ങനെ എല്ലാവരും ഒരേ സ്വഭാവക്കാരാകൂല. അപ്പോ ഒരു പിതാവ് മക്കളോട് എങ്ങനെയാണോ പെരുമാറേണ്ടത്, എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കില്ല. ചില മക്കൾ വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്ന മക്കൾ ഉണ്ടാകും, ചില മക്കൾ സ്നേഹം പ്രകടിപ്പിക്കൂല, പക്ഷെ ഉള്ളിൽ വല്ലാത്ത സ്നേഹം ഉണ്ടാകും. എന്നാൽ മക്കളോട് എല്ലാവരോടും ഒരേപോലെ പെരുമാറാൻ കഴിയണം. ഓരോ മകനും തോന്നണം, എന്റെ ആളാണ്, ഇപ്പൊ മൈ ലൈഫ് സ്റ്റൈൽ എന്റെ ലീഡറാണ്, എന്നെയാണ് വല്ലാതെ പരിഗണന, എന്റെ മാത്രം ലീഡറാണ് എന്ന് നമ്മുടെ ടീമിലുള്ള ഓരോരുത്തർക്കും തോന്നാൻ കഴിയണം. അങ്ങനെ തോന്നുമ്പോഴാണ് നാം യഥാർത്ഥ ലീഡർ ആകുന്നത്. അപ്പൊ നമ്മുടെ ടീമിൽ അത് 1-ലുള്ളവരാണെങ്കിലും 2-ലുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ മനസ്സിൽ തോന്നണം, എന്റെ ലീഡറാണ്, എന്റെ മാത്രം ലീഡറാണ് എന്ന് ഓരോരുത്തർക്കും നിങ്ങളെ കുറിച്ച് തോന്നുന്നുണ്ടോ, നിങ്ങളാണ് യഥാർത്ഥ ലീഡർ. അതേപോലെ തന്നെ ലീഡർമാർക്ക് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വല്ല വീഴ്ചയും വന്നു, എന്തെങ്കിലും അവർക്ക് അവരുടെ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുന്നത്, എന്നാൽ പോലും അത് അവരുടെ പിഴവായിട്ട് നാം പറയരുത്. ആ വീഴ്ച വന്നാൽ അവർക്ക് അനുകൂലമാകുന്ന വിധം കഴിവുകൾ പറയാൻ ശ്രമിക്കണം. ലീഡർമാർ നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ വന്നാൽ, എന്തെങ്കിലും പിഴവുകൾ വന്നാൽ, വീഴ്ചകൾ വന്നാൽ അത് അവരുടെ കാരണം കൊണ്ടാണ് ആ വീഴ്ച വന്നത് എന്ന് നാം ഒരിക്കലും സ്ഥാപിക്കരുത്. നമ്മുടെ എന്തെങ്കിലും ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമാകുന്ന എന്തെങ്കിലും കഴിവുകൾ പറയാൻ നമുക്ക് ആ നിലയിൽ നാം വളരണം. അതുപോലെ തന്നെ തുടക്കത്തിലെ അവർക്ക് ഒരുപാട് ടാസ്കുകൾ കൊടുക്കരുത്, ലളിതമായ വഴികൾ പറഞ്ഞു കൊടുക്കണം. നാം ചെയ്യുന്ന പണികൾ നമുക്ക് ഹാർഡ് വർക്കായിട്ടും ചെയ്യാം, അതുപോലെ തന്നെ സ്മാർട്ട് വർക്കായിട്ടും ചെയ്യാം. നാം ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കായിട്ടാണ്. നമുക്ക് ലളിതമായ വഴി നൽകിയിട്ട് തുടക്കത്തിൽ നാം വേണ്ടത് അവരെ ഈ കമ്പനിയെ കുറിച്ച് അവർ നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അത് നാം തന്നെ മനസ്സിലാക്കി കൊടുക്കണമെന്നില്ല, ഇതിന്റെ പ്രോഗ്രാമുകളിൽ അവരെത്തിച്ചാൽ മതി, അപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളും. ഈ കമ്പനിയുള്ള വിശ്വാസമാണ് അവരിൽ വളർത്തിയെടുക്കേണ്ടത്. തുടക്കത്തിൽ തന്നെ ഇതെങ്ങനെ ആളുകളെ ഇതിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യണം എന്നല്ല നാം പഠിപ്പിക്കേണ്ടത്. തുടക്കത്തിൽ അവരെ നാം ഇതിൽ നിലനിർത്താൻ ശ്രമിക്കുക, അവർക്ക് ഈ കമ്പനിയിലുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. പറഞ്ഞു വന്നത് ഒരുപാട് അവരെ ലൈറ്റ് ആക്കരുത് എന്നല്ല, തുടക്കത്തിൽ അവർക്ക് കമ്പനിയിൽ വിശ്വാസമാണ് വരേണ്ടത്. അതുപോലെ തന്നെ കമ്പനിയോട് സ്നേഹമാണ് അവർക്ക് വരേണ്ടത്. എന്നിട്ടാവാം റിക്രൂട്ട്മെന്റ്. ആ കമ്പനിയോട് സ്നേഹവും കമ്പനിയിലുള്ള വിശ്വാസവും വന്നാൽ നാം പിന്നെ കൂടുതൽ പ്രയാസപ്പെടേണ്ടി വരില്ല, നാം കൂടുതൽ പണിയെടുക്കേണ്ടി വരില്ല, നമ്മുടെ അധ്വാനം കുറയും. പിന്നെ അവര് തന്നെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ആ ഒരു സ്നേഹം കൊണ്ട് കമ്പനിയിൽ അലിഞ്ഞു ചേരും, കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ എല്ലാം അവർ ഉപയോഗപ്പെടുത്തും. അതുപോലെ തന്നെ നാം നമ്മുടെ അപ്ലൈൻമാരെ അവരെ പരിചയപ്പെടുത്തണം. ഒരു പുതിയ നമ്മിലേക്ക് കടന്നു വന്ന ആളാണ്, അവരെ കമ്പനിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, കമ്പനിയിൽ വിശ്വാസം ഉണ്ടാക്കി, കമ്പനിയോട് നല്ല സ്നേഹം ഉണ്ടാക്കി, മതിപ്പുണ്ടാക്കി. അതേപോലെ തന്നെ നമ്മുടെ അപ്ലൈൻമാർ ആരൊക്കെയാണ് എന്നും അവരോട് പറഞ്ഞു കൊടുക്കണം. ഇതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മെ അവർക്ക് ലഭിച്ചില്ല, എന്തോ അത്യാവശ്യത്തിന് നമ്മെ ബന്ധപ്പെട്ടു, അവർക്ക് നാം എവിടെയോ ആണ്,
നമുക്ക് കൃത്യമായി പ്രതികരിക്കാനോ അല്ലെങ്കിൽ വാട്സപ്പിൽ പറഞ്ഞതിന് മറുപടി കൊടുക്കാനോ നമുക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവർക്ക് ആ സമയത്ത് ബന്ധപ്പെടാൻ ഇന്ന ആളുണ്ട് എന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടാകണം. അത് അവർക്ക് വലിയൊരു ആശ്വാസമാണ്. അപ്പൊ ഞാൻ ഇല്ലെങ്കിലും എന്റെ അപ്ലൈനെ അവരെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്താൽ അവർ ആ അപ്ലൈനെ ബന്ധപ്പെട്ടുകൊള്ളും. അപ്ലൈന് മനസ്സിലാകും ഇത് എന്റെ ഇന്നാളുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്, അപ്ലൈൻ കൈകാര്യം ചെയ്യും. അപ്പോ ഞാൻ ലീഡർ എന്നുള്ള നിലയിൽ എന്റെ അപ്ലൈനെയും എന്റെ തുടക്കക്കാരായ അല്ലെങ്കിൽ എന്റെ ഡിസ്ട്രിബ്യൂട്ടർമാർ അറിയണം. എന്റെ അപ്ലൈന്മാരെയും അറിഞ്ഞവരായിരിക്കണം എന്റെ ലീഡർമാർ. അതുപോലെ തന്നെ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കൂടി അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് കൂടുതൽ ആശ്വാസം ഉണ്ടാകും. അവർ വലിയ ചേഞ്ചാണ് ഇതിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവരൊരിക്കലും കേൾക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ അവരുടെ സമൂഹത്തിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ ഒരിക്കലും അനുകൂലമല്ലാത്ത ഒന്നിലേക്കാണ് അവർ എത്തിപ്പെട്ടത്. അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യം, നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഈ രീതിയിൽ എന്തിനു ചെയ്യുന്നു എന്ന് കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് ചെയ്യാൻ കൂടുതൽ ആശ്വാസവും എളുപ്പവും ഉണ്ടാവുക. പിന്നെ മറ്റൊരു കാര്യം, പല വലിയ വലിയ നെഗറ്റീവുകളും പലപ്പോഴും നാം കേൾക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ നമ്മെ വല്ലാതെ ഇകഴ്ത്തിയേക്കാം, നമ്മെ താഴ്ത്തിയേക്കാം. ഒരിക്കലും നാം തീരുമാനിക്കാതെ നമുക്ക് നമ്മെ തളർത്താൻ കഴിയില്ല. ഞാൻ തളരണമെങ്കിൽ എന്റെ കൂടി സമ്മതം വേണം. എന്നെ ഈ ലോകത്തെ ഒരാൾക്കും തളർത്താൻ കഴിയൂല എന്റെ സമ്മതം ഇല്ലാതെ. അഥവാ എന്നെ ഒരാൾ വല്ലാതെ കുറ്റപ്പെടുത്തി, അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് അത് അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്, അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ എനിക്ക് അത് ഒരു തരത്തിലും എന്നെ ബാധിക്കുകയില്ല, എനിക്കത് ഫീൽ ചെയ്യുകയില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അത് എന്റെ പ്രശ്നമല്ല, ഞാൻ ശരിയാണ് പറഞ്ഞു കൊടുത്തത്, പക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കിയത് രൂപത്തിലാണ്, അദ്ദേഹം മനസ്സിലാക്കിയത് തെറ്റാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നമാണ് അത് എന്ന് എന്നെ കുറ്റപ്പെടുത്തിയ ആളുകളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ വിലയിരുത്താൻ കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും തളരൂല. അപ്പൊ എന്റെ സമ്മതമില്ലാതെ, എന്റെ അനുവാദമില്ലാതെ എനിക്ക് തളർത്താൻ കഴിയില്ല, മറ്റൊരാൾക്കും തളർത്താൻ കഴിയില്ല. എന്നെ തളർത്താൻ കഴിയുന്നത് എനിക്ക് മാത്രമാണ്. നമ്മെ പലപ്പോഴും ഫീൽഡിൽ ഇറങ്ങുമ്പോൾ കുറ്റപ്പെടുത്താം, നിങ്ങളൊക്കെ പണി എടുത്താൽ ഇത് നിഷ്കളങ്കരായ ആളുകളെ വലിയ ലീഡർമാർ എന്താകുകയാണ്, വഞ്ചിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങളെ ലീഡർമാർ വഞ്ചിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുമ്പോ നിങ്ങൾ വെറും ഈ മരുന്ന് കച്ചവടക്കാരാണ് എന്നുള്ളൊരു പുച്ഛ മനോഭാവം ആളുകൾക്ക് തോന്നുമല്ലോ. അപ്പോഴൊക്കെ എന്ത് പറഞ്ഞാലും നാം അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇത് നാം ഒരുപാട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്, അതേപോലെ അവര് പഠിച്ചിട്ടില്ലാലോ, അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലാലോ, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്, അദ്ദേഹത്തിന് കാര്യം തിരിഞ്ഞാൽ മനസ്സിലാകും, അപ്പൊ എന്റെ പ്രശ്നമല്ല അത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മെ ഒരാൾക്കും നെഗറ്റീവ് കൊണ്ട് തളർത്താൻ കഴിയുകയില്ല. പിന്നെ മതപരമായ കാര്യം ഒന്ന് കൂടി സൂചിപ്പിക്കാം. പൊതുവെ ഇതിലെല്ലാവരും ഇതിനെന്തെങ്കിലും കുറ്റമുണ്ട് പറ്റൂല എന്ന് പറയാൻ ആകെ കാരണം പറയുക, ഈ കച്ചവടത്തിൽ എന്തുണ്ട്, നിബന്ധനകൾ വെച്ചിട്ടുള്ള കച്ചവടമാണ്. അപ്പൊ നിബന്ധനകൾ വെച്ചിട്ടുള്ള കച്ചവടമാകുമ്പോ ഒന്നുകിൽ അത് വിറ്റയാൾക്ക് അല്ലെങ്കിൽ അത് വാങ്ങിയ ആൾക്ക് പല തടസ്സങ്ങളും നേരിടും. അതുകൊണ്ട് തന്നെ കച്ചവടമാകുമ്പോ ഒരാൾക്ക് ഒരു തടസ്സം ഉണ്ടാകരുത്. തടസ്സങ്ങൾ ഇല്ലാതെ വാങ്ങിയ ആൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയണം. ഇപ്പൊ വാങ്ങുന്ന ആളോട് പറയുന്നു നിങ്ങൾ ഇത് ഒരാൾക്കും കൊടുക്കരുത് എന്ന നിബന്ധനയോടുകൂടെയാണ് ഒരു സാധനം ഒരാൾക്ക് കച്ചവടം ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്, വിൽക്കുന്നത് എങ്കിൽ ആ കച്ചവടം ശരിയാകൂല. കാരണം അവിടെ വാങ്ങുന്ന ആൾക്ക് തടസ്സം ഉണ്ടാക്കുന്ന ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അപ്പൊ നിബന്ധന വെക്കുന്നുണ്ട് എന്നാണ് പൊതുവെ ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ കച്ചവടത്തിൽ ഒരു നിബന്ധന ഇല്ല എന്ന് സ്റ്റോറിൽ പോയി വാങ്ങുന്ന ആളുകൾക്കറിയാം. ഇവിടെ കച്ചവടത്തിനല്ല നിബന്ധന വെക്കുന്നത്. നിബന്ധനകൾ ഉണ്ട് ശരിയാണ്, പക്ഷെ അത് കച്ചവടത്തിനല്ല. അത് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നാം ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഇതില് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചില നിബന്ധനകളുണ്ട്. നിങ്ങളുടെ ടീമിലെ ആ 2 ടീമും 1ഉം 2ഉം അത് മാച്ച് ചെയ്യുന്നതിന്റെ വരുമാനമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇങ്ങനെ പല നിബന്ധനകളും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങുന്ന 75%, അതിന്റെ പ്രൊഡക്റ്റിന്റെ 75%ആണ് PV കാണിക്കുക. ഇതൊക്കെ ജോലിയിലുള്ള നിബന്ധനയാണ്. ജോലിയിൽ ഒരു നിബന്ധനയും ഇല്ലാത്ത ജോലി ലോകത്ത് ഏത് ജോലിയാണുള്ളത്?
അങ്ങനെ ഏതെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംരംഭം ഉണ്ടോ? ഉദാഹരണത്തിന് ഞാനൊരു ഉസ്താദാണ് എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, മദ്രസയിൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ മദ്രസയിൽ പഠിപ്പിക്കുമ്പോ അവിടുത്തെ കമ്മിറ്റി എന്നോട് പറയുന്നത്, നിങ്ങൾക്ക് ഏത് സമയമാണോ തോന്നുന്നത് ആ തോന്നുന്ന സമയത്ത് നിങ്ങൾ വന്നു. നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കാം, പഠിപ്പിക്കണ്ടെങ്കിൽ പഠിപ്പിക്കാം. തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് പോകാം, ഒരു നിബന്ധനയും ഇല്ല. ഇങ്ങനെ ജോലി ഉണ്ടാകുമോ? ഇങ്ങനെ ഏതെങ്കിലും സംരംഭം ഉണ്ടാകുമോ? ഒരു ജോലിയാണെങ്കിൽ അതിന് നിബന്ധനകൾ ഉണ്ടാകും, എന്നാലേ അത് ജോലിയാവൂ. ഇപ്പൊ മദ്രസയാണെങ്കിൽ മദ്രസയിൽ പോകും, ഇന്ന സമയത്ത് എത്തണം, ഇന്ന സമയത്താണ് ക്ലാസ്. അപ്പൊ കുട്ടികളെ അവർക്ക് ക്ലാസ് നൽകണം. അപ്പൊ ഇതൊക്കെ നിബന്ധനകൾ. ഇത്തരം നിബന്ധനകളല്ലാതെ കച്ചവടത്തിൽ നമുക്ക് പ്രത്യേകമായ ഒരു നിബന്ധനയും ഇല്ല. അപ്പൊ ജോലിയിലാണെങ്കിൽ അങ്ങനെ നിബന്ധന വെക്കുന്നത് അനിവാര്യമാണ്, ജോലിയുടെ ഭാഗമാണ്. അപ്പൊ ഇത് തെറ്റിദ്ധാരണ മാത്രമാണ്. കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെയുള്ള ഒരു ബിസിനസ് മറ്റൊന്നില്ല. ഞാൻ എടുത്തു പറയുകയാണ് ഒന്നുകൂടി, തുടക്കത്തിൽ ഈ ഡെവലപ്പിംഗ് ടൈം, ആ ഡെവലപ്പിംഗ് ടൈമിലാണ് പലരും പിന്തിരിയുന്നത്. ഈ ഡെവലപ്പിംഗ് ടൈം യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ കപ്പാസിറ്റി നൽകുന്ന ടൈമാണ്. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നു, നമുക്ക് ആളുകളോട് പെരുമാറാൻ, ഏത് തരത്തിലുള്ള ആളുകളോട് പെരുമാറാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നു. ജീവിതകാലം മുഴുവൻ നരകിക്കുന്നതിനേക്കാളും നല്ലത് ജീവിതത്തിൽ ഇത്തരം ഒരു കപ്പാസിറ്റി നേടലാണ്. ഒരു പണവും സമ്പാദിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നല്ല ആത്മവിശ്വാസവും ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമുക്ക് പഠിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ മൂല്യം. പണത്തെക്കാളും വലുത് അതാണ്. അപ്പൊ ഈ ഒരു കപ്പാസിറ്റി നമുക്ക് മറ്റൊരു ബിസിനസ്സിൽ നിന്നും നേടാൻ കഴിയില്ല. നമുക്ക് ഇതിലൂടെ ലഭിക്കുന്ന ട്രെയിനിങ്, അത് ഈ നാം നൽകുന്ന പണത്തിന് ഒരു സ്ഥലത്ത് വെച്ചും അതുപോലെയുള്ള ട്രെയിനിങ് ലഭിക്കുകയില്ല. നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെയുള്ള ട്രെയിനിങ് കോഴിക്കോട് വെച്ചും മറ്റു പല സ്ഥലത്തും നടക്കുന്നുണ്ട്. വലിയ വലിയ ഫീസാണ്. 30,000 50,000 ഒക്കെ കൊടുത്തിട്ടാണ് പലരും അത്തരം ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ പവർ, നല്ല കപ്പാസിറ്റി ഈ ഡെവലപ്പിംഗ് ടൈമിലൂടെ ലഭിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ MI എന്നുള്ള ആ ചിഹ്നം, ആ എംബ്ലം, അത് തന്നെയാണ് ഇതിന്റെ വളർച്ചയുടെ ഗ്രാഫ്. തുടക്കത്തിൽ വല്ലാത്ത ആവേശമായിരിക്കും, ഓരോ പ്രൊഡക്റ്റുകളും എങ്ങനെയാണ് എന്ന് അറിയാൻ വല്ലാത്ത ജിജ്ഞാസ ഉണ്ടാകും. പ്രൊഡക്റ്റുകൾ ഓരോന്നും വാങ്ങും, ആളുകൾക്ക് കൊടുക്കാൻ വല്ലാത്ത ആവേശം ഉണ്ടാകും, അങ്ങനെ കയറും. പിന്നെ നമ്മുടെ കൂടെ വന്ന ഒന്നോ രണ്ടോ ആളുകൾ അവർ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ അല്പം നിരാശ ഉണ്ടാകും. അങ്ങനെ ബിസിനസ് ഒക്കെ കുറയും, വരുമാനം കുറയും, ഒന്ന് താഴോട്ട് പോകും. അപ്പൊ നമുക്ക് തോന്നും ഇത് എനിക്ക് നടക്കൂല. ആ സമയത്ത് പിടിച്ചു നിന്നാൽ വീണ്ടും അവരിലൂടെ കുറച്ച് ആളുകൾ വീണ്ടും വരും. അങ്ങനെ കുറച്ചൊക്കെ ടീം നമുക്ക് സെറ്റായി വന്ന് അല്പം കച്ചവടമൊക്കെ കൂടി വീണ്ടും കയറും. വീണ്ടും പുതിയ ഡ്യൂപ്ലിക്കേഷൻ നടക്കുമ്പോൾ അവരിലൂടെ വീണ്ടും ആളുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒന്ന് താഴും. അപ്പോഴാണ് പലരും വിട്ടുപോകുന്നത്. പലരും ഇത് ഞാൻ 2-3 കൊല്ലായല്ലോ, എനിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ, അവിടെ വെച്ചാണ് പലരും നിർത്തുന്നത്. ആ സമയത്ത് നാം ചിന്തിക്കേണ്ടത്, നാം ഇത് യഥാർത്ഥത്തിൽ താഴോട്ടേക്കല്ല പോയത്. ഇതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇത്രയും കാലം ഉണ്ടായിട്ടുണ്ട്. 3 കൊല്ലാണെങ്കിൽ ഈ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് എനിക്ക് പുതുതായി വന്നതാണ്. ഇതെനിക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഈ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് എനിക്ക് വലിയ ലാഭമാണ്. ഒരു പൈസയും ചിലപ്പോ കിട്ടിയ പൈസയൊക്കെ പലതിനും ആയി ചെലവഴിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ട്രെയിനിങ്ങിന് കൊടുത്തിട്ടും മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ടാവുകയില്ല. ആകെ കിട്ടിയ പൈസ എടുത്തു നോക്കുമ്പോ അത് സ്വന്തം ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്ത ട്രെയിനിങ്ങുകൾ, അതിനൊക്കെ നോക്കുമ്പോ ചിലപ്പോ ഒരു പൈസയും ലാഭമായിട്ടുണ്ടാവുകയില്ല. എന്നാലും അവിടെ നമുക്ക് ലഭിച്ചത് നമുക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൂടെ വന്ന ആളുകളാണ്, അതൊക്കെ നമുക്ക് ലഭിച്ച ലാഭമാണ്. ഇത് തന്നെയാണ് ഇതിന്റെ രീതി. ഈ ഡെവലപ്പിംഗ് ടൈമിൽ പണത്തിനല്ല നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ ലൈഫിൽ വന്ന ആ ഒരു കപ്പാസിറ്റി, ലൈഫിൽ വന്ന മാറ്റങ്ങൾ, ആ കോൺഫിഡന്റ്, അതിനാണ് നാം വാല്യൂ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിലേക്ക് കടന്നു വരുന്ന ആളുകളെ ഒക്കെ നാം ആ നിലയിൽ കാണാൻ കഴിയണം. അവർ വലിയൊരു മാറ്റമാണ് ഇതിലൂടെ വന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോ അവർ ചിരിക്കുന്നുണ്ടാകും, എന്നാലും ഉള്ളിൽ അവർക്ക് പല ആകുലതകൾ, പല പ്രയാസങ്ങളും മനസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെ അല്പം സാവധാനം, അല്പം ക്ഷമ ഇതിൽ അത്യാവശ്യമാണ്. സംതൃപ്തി പെട്ടെന്ന് ലഭിക്കുന്ന ബിസിനസ് അല്ല ഇത്.
ഇതിന്റെ നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗിൽ ആധികാരികമായി പറയാൻ കഴിയുന്ന ആളുകളൊക്കെ പറയുന്നത് ശരാശരി ഒരു 5 വർഷമെങ്കിലും ഇതിന്റെ ഈ ഡെവലപ്പിംഗ് പീരീഡ് അതിന് സമയമെടുക്കുമെന്നാണ്. പണം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ വിജയിക്കാൻ കഴിയില്ല. പണത്തിനല്ല ഇവിടെ പ്രാധാന്യം. പണം ലഭിക്കും, പക്ഷെ പണം ലഭിക്കുമ്പോൾ അത് വല്ലാത്ത ലഭിക്കൽ തന്നെയാണ്. അത് വല്ലാത്ത ഒരു സ്വാതന്ത്ര്യവും, സാമ്പത്തിക സ്വാതന്ത്ര്യവും സമയ സ്വാതന്ത്ര്യവും ഒക്കെ ലഭിക്കുന്ന സന്ദർഭമാണ്. പക്ഷെ അതുവരെ നാം കാത്തു നിൽക്കാൻ നമുക്ക് കഴിയണം. നല്ല എഡ്യൂക്കേഷൻ നൽകുന്ന, അതുപോലെ തന്നെ നമ്മെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന കമ്പനിയാണ് യഥാർത്ഥ കമ്പനി. പണത്തിൽ ഫോക്കസ് ചെയ്യുന്ന കമ്പനി അത് യഥാർത്ഥ കമ്പനി അല്ല. നമ്മെ എത്ര നെഗറ്റീവ് പറഞ്ഞാലും സമയമായിട്ടുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്.